തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ നടക്കുന്നത് ദൈനംദിന ഉദ്യോഗസ്ഥ യോഗങ്ങളിൽ ഉൾപ്പെടുത്തണമെന്ന വിചിത്ര ആവശ്യവുമായി തിരുവിതാംകൂർ ദേവസ്വം എംപ്ലോയീസ് കോൺഫെഡറേഷൻ. നിർണായക തീരുമാനങ്ങൾ എടുക്കുന്ന യോഗത്തിലാണ് യൂണിയൻ പ്രതിനിധികളെ ഉൾപ്പെടുത്തണമെന്ന ആവശ്യം ഇടതനുകൂല യൂണിയൻ ഉന്നയിച്ചിരിക്കുന്നത്. ആവശ്യം ഉന്നയിച്ച ദേവസ്വം എംപ്ലോയീസ് കോൺഫെഡറേഷൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കൈമാറിയ കത്തും ജനം ടിവിക്ക് ലഭിച്ചു. ജനം എക്സ്ക്ലൂസീവ്. ബോർഡിൽ അംഗീകാരമുള്ള ഏക യൂണിയൻ്റേതാണ് ഈ ആവശ്യം. വിവരങ്ങളുമായി വിനീഷ് ചേർന്നു. വിനീഷ്, നാളിതുവരെയായി ദേവസ്വം ബോർഡിൽ ഉണ്ടാകാത്ത സംഭവമാണ്. അവിടെ നടക്കുന്ന പ്രധാനപ്പെട്ട യോഗമെന്ന് പറയുന്നത് ദേവസ്വം ബോർഡ് യോഗം തന്നെയാണ്. ദേവസ്വം ബോർഡ് പ്രസിഡന്റും മെമ്പർമാരും ഒക്കെ ഉള്ള യോഗം തന്നെയാണ് പ്രധാനപ്പെട്ട യോഗം. ആ യോഗത്തിൽ യൂണിയൻ പ്രതിനിധികളെ കൂടി ഉൾപ്പെടുത്തണമെന്നുള്ള വളരെ വിചിത്രമായ വാദം. അതുമാത്രമല്ല, ദേവസ്വം ബോർഡിൽ അവിടെ അംഗീകാരമുള്ള ഏക യൂണിയൻ ഇടതുപക്ഷത്തിൻ്റേതുമാണ്. അപ്പോൾ ഇടതുപക്ഷത്തെ യൂണിയൻ്റെ ഈ ആവശ്യം വിചിത്രമല്ലേ വിനീഷ്? തീർച്ചയായിട്ടും ഉദ്യോഗസ്ഥ യോഗങ്ങളിൽ മറ്റൊരു വകുപ്പുകളിലും അല്ലെങ്കിൽ മറ്റൊരു യൂണിയൻ നേതാക്കളും ആവശ്യപ്പെടാത്ത ഒരു കാര്യം, ഒരു വിചിത്രമായ ആവശ്യം തന്നെയാണ് ഈ കോൺഫെഡറേഷൻ, എംപ്ലോയീസ് യൂണിയൻ കോൺഫെഡറേഷൻ ഇപ്പോൾ ദേവസ്വം ബോർഡിലേക്ക് നൽകിയിരിക്കുന്ന ആ കത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ദൈനംദിനമായി ദേവസ്വം ബോർഡിൽ നടക്കുന്ന എല്ലാ ഉദ്യോഗസ്ഥ യോഗങ്ങളിലും ഇടത് യൂണിയൻ ഭാരവാഹികളായ എല്ലാവരെയും ഉൾപ്പെടുത്തണമെന്നാണ്. പ്രത്യേകിച്ച് ഒരു ഗ്രൂപ്പ് അസിസ്റ്റന്റ് ദേവസ്വം കമ്മീഷണറുടെ നേതൃത്വത്തിൽ ഒരു യോഗം നിരന്തരമായി ദിനം പ്രതി ഗ്രൂപ്പ് അസിസ്റ്റന്റ് ദേവസ്വം കമ്മീഷണറുടെ നേതൃത്വത്തിൽ യോഗങ്ങൾ നടക്കാറുണ്ട്. ആ യോഗങ്ങളുടെ ഭാഗമാക്കി യൂണിയൻ ഭാരവാഹികളെ മാറ്റണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ഈ ഇടത് യൂണിയൻ ദേവസ്വം ബോർഡിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒപ്പം തന്നെ പൂർണ്ണമായും ഇടതുവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള ഒരു നിലപാടാണ് ഇതിനു പിന്നിൽ എന്ന കാര്യത്തിൽ സംശയമില്ല. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മൗന അനുവാദത്തോടു കൂടി തന്നെയാണ് ദേവസ്വം പ്രസിഡന്റിന് ഈ കത്ത് കൈമാറിയിരിക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ ജനാധിപത്യം പൂർണ്ണമായും നശിപ്പിക്കപ്പെടുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഒരു ദേവസ്വം ബോർഡിലെ മറ്റൊരു ജീവനക്കാരൻ, പുതുതായി ദേവസ്വം ബോർഡിലേക്ക് ഒരു ജീവനക്കാരൻ ജോലിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ യൂണിയൻ ഭാരവാഹികൾ പ്രത്യേകിച്ച് ദൈനംദിന യോഗങ്ങളിൽ, ദേവസ്വം ബോർഡിന്റെ ദൈനംദിന യോഗങ്ങളിൽ ഇടപെടുമ്പോൾ ആ യൂണിയനിലേക്ക് മാത്രമേ ഈ യൂണിയൻ ജീവനക്കാരൻ, പുതിയതായി എത്തുന്ന ജീവനക്കാരൻ ഈ യൂണിയന്റെ ഭാഗമായി മാത്രമേ മാറുകയുള്ളൂ. അത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇത്തരമൊരു നടപടിയിലേക്ക് നിലവിൽ ഇടത് യൂണിയൻ ദേവസ്വം ബോർഡിലേക്ക് എത്തി നിൽക്കുന്നത്. മറ്റൊരു കാര്യം, നയപരമായ തീരുമാനങ്ങൾ ദേവസ്വം ബോർഡിൽ എടുക്കുന്നത് ഉദ്യോഗസ്ഥരാണ്. ആ ഉദ്യോഗസ്ഥർ നയപരമായ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ആ യോഗങ്ങളിൽ ഇടത് യൂണിയൻ ഭാരവാഹികളെ ഉൾപ്പെടുത്തിയാൽ അത് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർക്ക് തന്നെ കൃത്യമായ നടപടികൾ നടത്താൻ സാധിക്കാത്ത ഒരു സാഹചര്യം പറയും. യൂണിയന്റെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്ന തരത്തിലേക്ക് ദേവസ്വം ബോർഡ് പൂർണ്ണമായി മാറേണ്ട ഒരു സാഹചര്യവും വരും. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ദൈനംദിനമായ ദേവസ്വം ബോർഡിന്റെ യോഗങ്ങളിൽ ഈ ഇടത് യൂണിയൻ ഭാരവാഹികളെ പങ്കെടുപ്പിക്കണമെന്ന് യൂണിയൻ ആവശ്യപ്പെടുന്നത് എന്നതാണ് മനസ്സിലാക്കാത്ത കാര്യം. കാരണം നിരന്തരം ഈ യൂണിയൻ ഭാരവാഹികളെ ഈ ദേവസ്വം ബോർഡിന്റെ ഉദ്യോഗസ്ഥ യോഗങ്ങളിൽ പങ്കെടുപ്പിക്കുമ്പോൾ കൂടുതൽ പ്രാതിനിധ്യം യൂണിയന് ലഭിക്കാനുള്ള സാഹചര്യം ഉണ്ടാകും. അങ്ങനെ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ കൂടുതൽ ജീവനക്കാർ ഈ യൂണിയന്റെ ഭാഗമായി മാറും. ഇതിനു വേണ്ടിയിട്ടുള്ള ശ്രമം തന്നെയാണ് പൂർണ്ണമായും ചുവപ്പുവൽക്കരിക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് ദേവസ്വം ബോർഡിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ആദ്യഘട്ടമെന്നാണ് ഈ അംഗീകൃത യൂണിയനായ എംപ്ലോയീസ് കോൺഫെഡറേഷൻ ഇപ്പോൾ നൽകിയിരിക്കുന്ന ഈ ഒരു കത്ത്. ദേവസ്വം ബോർഡ് പ്രസിഡന്റിനാണ് കത്ത് നൽകിയിരിക്കുന്നത്. ഇതിനു പിന്നിൽ പാർട്ടിയുടെ കൃത്യമായ ഒരു ഇടപെടലുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മൗന അനുവാദമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇത്തരത്തിലാണ്. കാരണം പാർട്ടിയെ വളർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ബോർഡുകളിലേക്ക് ഇത്തരം യൂണിയൻ ഭാരവാഹികളെ കുത്തിനിറയ്ക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നത്. അതിന് നേരിട്ട് ദേവസ്വം പ്രസിഡന്റിനാണ് കത്ത് നൽകുന്നത്. ദേവസ്വം പ്രസിഡന്റും ദേവസ്വം ബോർഡിനും കത്ത് നൽകിക്കൊണ്ട് അതിനെ അംഗീകരിപ്പിക്കപ്പെടുത്താനുള്ള ഒരു ശ്രമം തന്നെയാണ് ഇപ്പോൾ ഇടത് യൂണിയൻ ഭാരവാഹികളുടെ ഭാഗത്ത് ഉണ്ടാകുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഏറ്റവും പ്രധാനം, ഒരു ജീവനക്കാരനെ സ്ഥലം മാറ്റാനുള്ള ഒരു തീരുമാനമെടുക്കുന്ന യോഗമാകട്ടെ, മൊത്തം ദേവസ്വം ബോർഡിലെ ജീവനക്കാരെ സ്ഥലം മാറ്റാനുള്ള ഒരു തീരുമാനമെടുക്കുന്ന യോഗത്തിൽ പോലും ഇടത് യൂണിയൻ ഭാരവാഹികൾ എത്തുമ്പോൾ ആ യൂണിയൻ അംഗങ്ങളെ സ്ഥലം മാറ്റാനുള്ള ഒരു നടപടിക്രമത്തിലേക്ക് ഈ ഉദ്യോഗസ്ഥർക്ക് കടക്കാൻ സാധിക്കില്ല. അങ്ങനെ ഒരു വിചിത്രമായ ആവശ്യമാണ്
ഇപ്പോൾ എംപ്ലോയീസ് കോൺഫെഡറേഷൻ, ദേവസ്വം ബോർഡ് എംപ്ലോയീസ് കോൺഫെഡറേഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് അത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ലാത്ത ഒരു സാഹചര്യത്തിൽ കൂടി തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. പക്ഷേ ദേവസ്വം ബോർഡ് അതിനുള്ള അനുമതി നൽകാനുള്ള, ദേവസ്വം ബോർഡ് അംഗങ്ങൾ അതിനുള്ള അനുമതി നൽകാനുള്ള ഒരു തീരുമാനത്തിലേക്ക് കടക്കുന്നു എന്നാണ് നമുക്ക് രഹസ്യമായി ലഭിച്ചിരിക്കുന്ന സൂചനകൾ. എന്തായിരുന്നാലും നിലവിലെ സാഹചര്യത്തിൽ ദേവസ്വം ബോർഡിനെ പൂർണ്ണമായും ചുവപ്പുവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഇടത് യൂണിയൻ ഭാരവാഹികളുടെ, ഇടത് യൂണിയൻ അംഗങ്ങളുടെ ഇപ്പോഴത്തെ തീരുമാനവും ആ കത്തും അത്തരത്തിൽ തന്നെയാണ് വിരൽ ചൂണ്ടുന്നത്. വിനീഷ, നമുക്കറിയാം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ഇപ്പോൾ നിലവിൽ 2 അംഗങ്ങൾ മാത്രമാണ് ഉള്ളത്. പ്രസിഡന്റ് PS പ്രശാന്ത് CPM നോമിനിയാണ്. മറ്റൊന്ന് CPIയുടെ പ്രതിനിധി അഡ്വക്കേറ്റ് A അജികുമാർ. ഇവർ രണ്ടും മാത്രമാണ് ഇപ്പോൾ ദേവസ്വം ബോർഡിൽ ഉള്ളത്. പട്ടികജാതി മെമ്പറിൻ്റെ കാലാവധി കഴിഞ്ഞു. കൊല്ലത്തു നിന്നുള്ള ആളായിരുന്നു, അദ്ദേഹത്തിൻ്റെ കാലാവധി കഴിഞ്ഞു. ഇനി ഒരു മെമ്പറെ കൂടി എടുക്കാനുണ്ട്. അപ്പോൾ CPIയുടെയും CPMൻ്റെ ഓരോ മെമ്പർമാർ മാത്രമാണ് ഉള്ളത്. അപ്പോൾ അവർ മാത്രം കൂടിയാൽ ഇപ്പോൾ ബോർഡ് യോഗം ആകും, അതിന് മറ്റ് തടസ്സങ്ങളൊന്നുമില്ല. അപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ ഒരു ദേവസ്വം ബോർഡ് അങ്ങോട്ടേക്ക് ഈ ഉദ്യോഗസ്ഥ യോഗങ്ങൾ പങ്കെടുക്കണമെന്നുള്ള ദേവസ്വം ബോർഡ് യൂണിയൻ്റെ ആവശ്യം നമുക്കറിയാം. ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് വന്നാൽ തന്നെ അറിയാം, ഒരു ഇടതുപക്ഷത്തിൻ്റെ, ഒരു CPMൻ്റെ ഓഫീസിലേക്ക് വരുന്നത് പോലെയാണ് അവിടെ കൊടിയും തോരണവും ഒക്കെ കെട്ടി അവരുടെ സമ്മേളന കാലത്തും അവരുടെ പ്രചാരണവും ഒക്കെ ദേവസ്വം ബോർഡ് ഓഫീസിന് മുമ്പിൽ നടത്തുന്നത്. വേറെ ഒരു സർക്കാർ സ്ഥാപനത്തിന് മുമ്പിലും ഇത്തരത്തിലുള്ള ഒരു അലങ്കാരമോ ഒന്നും നമുക്ക് കാണാൻ കഴിയില്ല. പക്ഷേ ദേവസ്വം ബോർഡിൽ ഇടതുപക്ഷത്തിൻ്റെ സ്വാധീനം അത്ര വലുതാണ്. ഇപ്പോൾ തീരുമാനങ്ങൾ എടുക്കുന്ന, നേരത്തെ വിനീഷ് പറഞ്ഞ പോലെ തീരുമാനങ്ങൾ എടുക്കുന്ന ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ പോലും സ്ഥലമാറ്റം മാത്രമല്ലല്ലോ, അച്ചടക്ക നടപടി നിരവധിയുണ്ട്. നിരവധി ദേവസ്വം ബോർഡിൽ കൃത്യവിലോപം കാണിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ പോലും നടപടിയെടുക്കാൻ ഇപ്പോൾ തന്നെ കഴിയുന്നില്ല. അപ്പോൾ പിന്നെ യൂണിയൻ്റെ ആളുകൾ കൂടി ആ യോഗത്തിൽ പങ്കെടുത്താൽ പിന്നീട് അവിടെ വേറെ ഒന്നും നടക്കില്ലല്ലോ വിനീഷ്. തീർച്ചയായിട്ടും ഒരു ഏകാധിപത്യ സ്വഭാവം ദേവസ്വം ബോർഡിൽ വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് യൂണിയൻ ഭാരവാഹികളുടെ ഈ ഒരു ആവശ്യം എന്നാണ്, ഇടത് യൂണിയൻ ഭാരവാഹികളുടെ ഈ ഒരു ആവശ്യം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവർ നൽകിയ കത്തിലെ 3ാമത്തെ ആവശ്യമാണ് ഇത്. ഗ്രൂപ്പ് അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫീസുകളിൽ എല്ലാ മാസവും യോഗം നടക്കുന്നുണ്ട്. ആ യോഗത്തിലാണ് ഓരോ ഗ്രൂപ്പുകളുടെ കീഴിൽ, പ്രത്യേകിച്ച് ഓരോ ഗ്രൂപ്പ് അസിസ്റ്റന്റ് കമ്മീഷണർമാരുടെ കീഴിൽ ദേവസ്വം ബോർഡിന്റെ ഒരു സ്ട്രക്ചർ അനുസരിച്ച് നിരവധി ക്ഷേത്രങ്ങളുണ്ട്. ആ സബ് ഗ്രൂപ്പ് ഓഫീസിനുള്ളിൽ വരുന്ന എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കാൻ ഇനി തുടർച്ചയായി ഈ യോഗങ്ങളിൽ യൂണിയൻ ഭാരവാഹികൾ പങ്കെടുത്താൽ അതിന് അവർക്ക് സാധിക്കും. അങ്ങനെ പൂർണ്ണമായും ഈ ദേവസ്വം ബോർഡിനെ ചുവപ്പുവൽക്കരിക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് ഈ യൂണിയൻ ഭാരവാഹികൾ നടത്തുന്നത്. പ്രധാനമായും നേരത്തെ വിനോദ് സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രത്യേകിച്ച് ഒരു അപ്രമാദിത്യം ബോർഡിൽ പോലും ഇപ്പോൾ ഉള്ളത് CPMനാണ്, CPMന്റെ അംഗങ്ങളാണ്, അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ അംഗങ്ങളാണ് എന്ന് നമുക്ക് എടുത്തു പറയാം. ഈ ഇടതുപക്ഷ അംഗങ്ങൾ അത്തരത്തിലുള്ള ഒരു തീരുമാനത്തിന് അനുമതി നൽകുകയാണെങ്കിൽ ദേവസ്വം ബോർഡിനെ പൂർണ്ണമായും വഞ്ചിക്കുന്ന ഒരു നിലപാടായിരിക്കും നടത്താൻ പോകുന്നത്. കാരണം ദേവസ്വം ബോർഡിന്റെ എല്ലാ ജനാധിപത്യ മര്യാദകളും തെറ്റിച്ചുകൊണ്ടുള്ള ഒരു ചോദ്യം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ആവശ്യമാണ് ഇടത് യൂണിയൻ ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്നത്. അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്നതാണ് വിവിധ ഹൈന്ദവ സംഘടനകൾ ഇപ്പോൾ ഉയർത്തുന്ന ആക്ഷേപം എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത തന്നെയാണ് വിനീഷ് കൈമാറുന്നത്. ദേവസ്വം ബോർഡിന്റെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരുടെ യോഗങ്ങളിൽ ഇടതുപക്ഷ യൂണിയനെ കൂടി പങ്കെടുപ്പിക്കണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചവർ കത്ത് നൽകിയിരിക്കുകയാണ്. ഈ വിവരങ്ങൾ, ആ കത്തിൻ്റെ പകർപ്പ് അടക്കം വിവരങ്ങൾ നൽകുകയായിരുന്നു വിനീഷ്.